മൂവാറ്റുപുഴ തർബീയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിശോധന ക്യാമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ തർബീയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളും മൂവാറ്റുപുഴ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന നേത്രപരിശോധനാ ക്യാമ്പ് മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിരവധി ജീവകാരുണ്യ പൊതുജന സേവന പ്രവർത്തികൾ നടത്തിവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് അഹല്യയുമായി ചേർന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിപ്രധാനമായ ഒരവയവമാണ് കണ്ണ്. കണ്ണ് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നമ്മുടെ ജീവിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. അത്ര പ്രസക്തമായ നമ്മുടെ കണ്ണ് പരിശോധന കൃത്യമായി തികച്ചും സൗജന്യമായി ഇവിടെ സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അതിന് മുന്നോട്ട് വന്ന അഹല്യ ഐ ഹോസ്പിറ്റലിനും എൻ്റെ പ്രത്യേക അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ക്യാമ്പ് കൊണ്ട് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ നാട്ടുകാർക്കും ഇത് പ്രയോജനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഗുണകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇതിന് മുന്നോട്ട് വന്ന അഹല്യ ഹോസ്പിറ്റൽ അവർ ഉത്തരോത്തരം വളർന്ന് വലുതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടി ഒരു ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഫൗസിയ അലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TS അമീർ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാംജി നായർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു, PTA പ്രസിഡന്റ് അബു മുണ്ടാട്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.